ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതറിയണ്ടേ എനിക്ക്. നല്ല നടനാണിത്, നടനാണിത്, എല്ലാ കഴിവും. അപ്പം അഭിനയം ഉണ്ടായിരുന്നു അല്ല? എന്താണ് ക്യാരക്ടർ? ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമില്ല, ഓരോ കഥാപാത്രം അതുകൊണ്ടൊരു ഗുണം ചെയ്തത് ലൈവ് അതെല്ലാം നമ്മുടെ അഭിനയം മൊത്തം ലൈവായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ, ക്യാമറാമാൻ അനിൽ നായർ, എഡിറ്റർ, അവർ എല്ലാം കളത്തിലുണ്ട്. അവർക്കറിയാം. രാവിലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ക്യാമറ വെച്ചേക്കുന്നിടത്ത് പ്രൊഡക്ഷനിലൊരു വണ്ടി പോയി സെറ്റ് ക്ലീൻ ആയിരിക്കും. കാരണം ഞങ്ങൾ ഇതാ എടുക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആർട്ടിസ്റ്റുകളൊക്കെ ആരാണെന്ന് അവർക്കറിയാം. നമ്മളൊരു 5000 രൂപ കൊടുത്തിട്ട് 7500 GST അഭിനയമൊന്നുമില്ല. അവരതിൻ്റെ മതി. അത് അവര് കഥാപാത്രമായിരുന്നു. ഞങ്ങൾ സെറ്റിൽ തന്നെ കഥാപാത്രങ്ങളുടെ പേരാ വിളിക്കും. എന്തേ അറ്റാളെന്തെന്നാ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് മറന്നു, എന്തോ നമ്മൾ പറഞ്ഞത്. അല്ല, നടൻ ഏത് റോള്. അപ്പം ഞങ്ങളിങ്ങനെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ആർട്ടിസ്റ്റിനും നമ്മുടെ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാമ്പാണ് കുടിയൻ. പഞ്ചായത്ത് അറിയാമല്ലോ, നമ്മുടെ പഞ്ചായത്തിൽ ഇച്ചിരി നാഴി മരുന്നൊക്കെ മേടിച്ച് കുടിച്ച ഒരു ഷോ ഒരു ശല്യക്കാരനും അല്ല. നമ്മുടെ പഞ്ചായത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അലി എന്ന് പറഞ്ഞത് അലി എന്ന് ഞാൻ പറയുന്നപ്പോഴും അത് അച്ഛൻ്റെ ഓക്കെ. അലിയുടെ ഡ്രസ്സിനെ കാട്ടി വൃത്തിയായിട്ട് നമ്മുടെ നാട്ടിലെ കുടിയന്മാരെ കാണും. രാവിലെ അല്ല, ഇതിനേക്കാൾ നല്ല വേഷമാണ് കുടിയൻ. എന്തായാലും എനിക്ക് ട്രോള് വന്നിട്ടുണ്ട്. അല്ലല്ല, സാധാരണ അവരെ ഇങ്ങനെ മുഷിഞ്ഞ വേഷത്തിലേ ഏറ്റവും നമ്മളിപ്പം ഒരു ഒഫീഷ്യലായിട്ട് വന്ന വേഷത്തെക്കാൾ നല്ല ഡ്രസ്സ് എന്ന് വെച്ചാൽ അശയെ തേച്ചിട്ട്, അയാളെ അശയെ തേച്ചിട്ടേക്കുന്ന പോലെ അഞ്ഞു വരുന്നത്. നമ്മുടെ ഉടുപ്പ് തേച്ചിട്ടേക്കുമല്ല, ഇദ്ദേഹത്തെ തന്നെ തേച്ചിട്ടിരുന്ന പോലെ വടി ഒലിഞ്ഞിറങ്ങി വന്നിട്ട് വൈകിട്ട് പോകുന്ന എങ്ങനെയാന്ന് എനിക്കും മനസ്സിലാവും. ഈ കഥാപാത്രം അപ്പം ഞങ്ങൾ മാനറിസം കാണിക്കും. ഞാൻ ഉള്ളോട് കാണിക്കുമ്പോൾ നമുക്ക് ഓരോ ആർട്ടിസ്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞ് നീ ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ചെയ്തു നോക്കാം. പിന്നെ ചെയ്യാം. നമുക്ക് പിന്നെ ഈ ക്യാമറ മറ്റോ നോക്കണം. എനിക്ക് ഇനി ആക്ഷൻ പറയാൻ നമ്മുടെ അസോസിയേറ്റ് റേഞ്ച് നമ്മുടെ വേണ്ടപ്പെട്ട പയ്യനെ, അവനെ വെച്ചിട്ട് നീ കാര്യം പറഞ്ഞുതരാൻ പറഞ്ഞു. ഞാനങ്ങ് ചെയ്തു, അത്ര തന്നെ. സിനിമ കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. സിനിമ കണ്ടോളൂ. ആ ഒരു ആസ്ഥാന കുടിയനാണെന്ന് ഞാൻ പറയാം. അല്ല, ആസ്ഥാന കുടിയൻ ഇങ്ങനെ ആവാം. കാരണം നമ്മൾ കുടിയനാണെന്നും പറയാം. നമ്മൾ പറഞ്ഞില്ലേ കുടിയന്മാർക്ക് ഒരു എക്സ്പെർട്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനിക്ക് ഏറ്റവും രസകരമായ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള എക്സ്പ്രഷൻ, അതാണ് ഏറ്റവും വലിയ കോമഡി. അത് നമ്മൾ ഈ കോമഡി പരിപാടിക്ക് ചെയ്യുന്ന അയ്യപ്പൻ ബൈജുവിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഭയങ്കര കയ്യടി കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇത് ഞാനിതൊക്കെ നേരിട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. പക്ഷേ പിന്നെ 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 വന്നപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിന് ചില ബോഡി ലാംഗ്വേജ് വേണം എന്ന് വിചാരിച്ച് അത് ഒരു ക്ലീഷേ പോലെയായി. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വേണം ബോഡി ലാംഗ്വേജ്. ഇവിടുന്ന് ഈ ഭാഗങ്ങളിൽ ഒരു ഇളക്കം വേണം, ഇതിന് തലയ്ക്ക് ഇങ്ങനെ ഒരു ആട്ടം വേണം, ഇങ്ങനെ ഒരു രീതിയായി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആരെങ്കിലും ഇടാം. ഒരിക്കലും ഇദ്ദേഹം അഭിനയിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവരെ ഇടാം, അവരെ ഇടാം, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം നോക്കിയപ്പോൾ ഈ ഒറിജിനൽ കണ്ടിരിക്കുന്ന ആൾക്കാർക്കല്ലേ അറിയത്തുള്ളൂ ഈ ഒറിജിനൽ എവിടുന്നാന്നുള്ളത്. അപ്പോൾ ഇത് ഒരാളിനെ മനസ്സിൽ വെച്ചായി ചെയ്യുന്നത്, അത് വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ എന്നുള്ളതല്ല, പക്ഷെ മനസ്സിൽ നിൽക്കും. അങ്ങനെ അങ്ങ് ചെയ്താ അതും പിടിച്ചു. എല്ലാ മേഖലയിലും ഉണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.